ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാട്ടിൽ നിന്നുള്ള നമ്മുടെ ഈ വെക്കേഷൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിതേ ബീച്ചിലോട്ട് വന്നേക്കുവാണ് കേട്ടോ. രാത്രിയായി. സമയം കിട്ടിയത് നമുക്കിതേ ഇപ്പോഴാണ് കേട്ടോ. വെയിലൊക്കെ ആറിയിട്ട് ഇതേ രാത്രിയൊക്കെ ആയപ്പോൾ നമ്മളിതേ ബീച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വേവ്സ് ആയിരുന്നു കേട്ടോ നമ്മൾ വന്ന സമയത്ത്. നമ്മളപ്പോൾ അതേ ബീച്ചിൻ്റെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾറെഡി ഷോപ്സൊക്കെ ക്ലോസ് ആവാറായിട്ടുണ്ട് കേട്ടോ. 8 മണി 8:30 ആയിട്ടുണ്ട് ഈ സമയം. പിന്നെ അത് ഇവിടെ ഒരു അത്തറിൻ്റെ ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ വെറൈറ്റി അത്തറുകളൊക്കെ പുള്ളിയുടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേ ഒരു കുഞ്ഞ് ഷിപ്പൊക്കെ അതിൽ കൂടെ പോകുന്നുണ്ട്. ആൾക്കാർ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് അടുത്ത ദിവസം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഇതേ ഫോറം മോളിൽ പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നിട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ചെറിയൊരു മീറ്റപ്പ് നമ്മളും അവരും കൂടെ കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പോയേക്കുവാണ്. അപ്പോൾ ചെന്നപ്പോൾ അവിടെ എംഫോർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇവരെയൊക്കെ കാണുന്നത്. അപ്പോൾ അമ്മൂനൊരു എക്സൈറ്റ്മെൻറ്റ് കണ്ടു മുഖത്ത്. അമ്മൂന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ ചെന്ന് അന്നാണെങ്കിൽ പ്ലൂട്ടോ ഫിലിമിൻ്റെ മറ്റെന്തോ പ്രീമിയർ ഷോ ഒക്കെ സംഭവം ഉണ്ട്, പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആർട്ടിസ്റ്റുകളെയൊക്കെ നമുക്കന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായി. 7 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ ആള് 8 മണിയായിട്ട് എത്തിയിട്ടില്ല. അങ്ങനെയാണ് പോസ്റ്റ് അടിച്ചിങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ ലുഡോ കളിക്കാന്ന് വിചാരിച്ചു. ലുഡോ അങ്ങനെ അവരെത്തി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫോറം മോളിൽ മീൻ എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, ഷെഫ് പിള്ളയുടെ, അവിടെ നിന്ന് കേട്ടോ കഴിച്ചത്. വിചാരിച്ചത്ര ഒരു സംഭവമൊന്നും അവിടെ ഉണ്ടായില്ല. പിന്നെ നെഗറ്റീവ് പറയുന്നില്ല എന്താണെങ്കിലും. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമുക്ക് ആർക്കും അത്ര സുഖം ഉണ്ടായില്ല ഫുഡ്. പിന്നെ നമ്മളിതേ അവിടെ നിന്ന് താഴെ ഇറങ്ങി കുറേ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. കുറേ നാൾ കൂടി കണ്ടതുകൊണ്ട് തന്നെ കുറേ കഥകളൊക്കെ എല്ലാവർക്കും പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ട്വിൻസാണ് കേട്ടോ. മക്കൾ രണ്ടുപേരും, ഒരാങ്കൊച്ചും ഒരു പെങ്കൊച്ചും. ഇവർ ട്വിൻസാണ് കേട്ടോ. പിന്നെ അവർ 3 പേരൊരു സെറ്റായി. ഞങ്ങൾ 4 പേര് വേറെ കഥകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കുറേ സെലിബ്രിറ്റീസ് താഴോട്ട് വരുന്നുണ്ടായേ. കണ്ട റെഡ് കാണിച്ചേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ സെലിബ്രിറ്റീസിനെ കണ്ടു കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു. കുറേ യൂട്യൂബേഴ്സും എംഫർട്ടൊക്കെ നേരത്തെ കാണിച്ചിരുന്നില്ല. പിന്നെ കുറേ യൂട്യൂബേഴ്സ്, പിന്നെ നമ്മുടെ ഇരിച്ചിരിയിലെ ട്വിൻസില്ലേ, എവിൻ, കെവിൻ, അങ്ങനെ കുറേ പേരെ കണ്ടിട്ടുണ്ടായിട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇവരെല്ലാവരും കൂടെ ഫോട്ടോ എടുത്തു കേട്ടോ. പിള്ളേർ കുറേ പേരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായി. ഇത് നേരത്തെ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മൾ ചെന്ന് ഒരാഴ്ചയോ 2-3 ദിവസം കണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം എന്താണെങ്കിലും നമ്മൾ തിരിച്ച് വരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ സിംബേനെ കുളിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. സിംബയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുളിക്കാൻ. തലയും മേലാണെങ്കിൽ അപ്പം ടോർച്ച് പൊന്നെ കുഞ്ഞാവ കിടക്കണ പപ്പന്റെ മേട്ട് കിടക്കണ കുഞ്ഞാവ. ഓഞ്ഞു പോഞ്ഞു പാവം കുഞ്ഞാവാറ്റാ. പാവം കുഞ്ഞാവ. അയ്യോ, അപ്പാപ്പനെ തിന്നാനാ നീ. അപ്പാപ്പന് ഉറിഞ്ചാനാ, ചോറ് കുടിക്കാനാ അപ്പാപ്പന്റെ. അപ്പാപ്പന്റെ ചോറ് കുടിക്കാനോ കുഞ്ഞാവ. ഒരു കുഞ്ഞ് കുഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ചിരിക്കടാ നീ ചിരിക്കണാടാ. നീ ചിരിക്കണ.
ആ വണ്ണല്ല കുഞ്ഞാവാ അച്ഛോ അപ്പാപ്പന്റെ ടിന്നാണേ അവന് ഇവിടെ കടിക്കാണ്. ഇവിടെ അതേ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മറ്റേ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തിട്ട് കേട്ടോ ഉണക്കുന്നത്. സിംബുവിനെ ഭയങ്കര കെയറിങ് ആണ് അപ്പാപ്പൻ. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസമല്ല, നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വരുന്നതിന് തലേ ദിവസം അമ്മൂനെ പ്ലൂട്ടോ ഫിലിം കാണണമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഫോറം മോളിൽ വന്നേക്കുവാണ് കേട്ടോ സിനിമ കാണാൻ വേണ്ടി. പ്ലൂട്ടോ അങ്ങനെ നമുക്ക് തിരിച്ച് വരാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മളെ യാത്രയാക്കാൻ എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങളതേ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ ആണെങ്കിൽ ഭയങ്കര സങ്കടം, നമ്മുടെ മുഖമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. എന്താണെങ്കിലും നമുക്ക് ബൈ ബൈ പറയുമ്പോൾ എപ്പോഴും ഒരു സങ്കടമാണല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പാലക്കാട് നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അടുത്തും ബൈ ബൈ പറഞ്ഞു. അങ്ങനെ എയർപോർട്ടിൽ ലാസ്റ്റത്തെ ബൈ ബൈ പറയാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ വെക്കേഷൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മൂസ് ഇങ്ങനെ ബ്രേസ്ലെറ്റ് ഒക്കെ എടുത്ത് അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. മര്യാദനോട് വേറെ നമ്മുടെ വെച്ച് ഇതുണ്ടാക്കിയതാണ്, നല്ല രസമില്ലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാണ് മര്യാദയ്ക്കുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കത് ഫ്രണ്ട്ഷിപ്പ് ബ്രേസ്ലെറ്റ് ആക്കാം, സെയിം അല്ലേ, രണ്ടുണ്ട്. അങ്ങനെ നമ്മളതേ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് സീറ്റ് കിട്ടിയില്ല കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് സീറ്റ് കിട്ടിയത്, 2 സീറ്റുള്ളത് പോലെ. പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അമ്മൂസിൻ്റെ അടുത്ത് പോയി ഇരുന്നു കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ ഇരുന്നു, പിന്നെ ഞാനും അമ്മൂസും കൂടെയാണ് ഇരുന്നത്. അപ്പോൾ അവരെവിടെ ഏതാണ്ട് ഗോഷ്ടിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു കിറ്റ് മിക്കപ്പോഴും കൊടുക്കാറുണ്ട് കേട്ടോ എയർലൈൻസിൽ നിന്ന്. കാരണം ഇത്രയും ദൂരം ട്രാവലിംഗ് ഉള്ളതുകൊണ്ട് കുറേ ടൈം ഉണ്ടല്ലോ. അപ്പോൾ അമ്മൂസ് അത് വെച്ച് ഏതാണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. Cabin crew, close all door. Armor door and cross check. Do the cross check, please. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കുക, പിന്നെന്താ ഉറങ്ങുക. നാട്ടിലോട്ട് പോകുമ്പോൾ ഉറക്കേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുൾ സിനിമയൊക്കെ കണ്ട് എങ്ങനെയെങ്കിലും നാടെത്തിയാൽ മതിയെന്നായിരുന്നു. ഇതിപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തൊട്ട് ഉറക്കം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സൗദി വഴിയാണ് വന്നത്. അപ്പോൾ സൗദി എയർപോർട്ടാണ് കേട്ടോ നമുക്ക് ലേ ഓവർ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് 3 മണിക്കൂറാണ് ഉണ്ടായത്. പിന്നെ അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് എടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഈ വെയിറ്റിംഗ് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഇത്രയും നേരം നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇരുന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. കൊച്ചിയിൽ നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വരുമ്പോൾ സീറ്റ് കൂടി ഉണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ. ഇത് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നു, നല്ല സൂപ്പർ ഫുഡായിരുന്നു. എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഫുഡ് ഡേയൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം സർവ്വമായയിലെ പാട്ടൊക്കെ കേട്ടു കേട്ടോ. അമ്മൂസിരുന്ന് ഏതാണ്ട് സിനിമയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട് കേട്ടോ. അമ്മൂസിൻ്റെ മുഖമൊക്കെ കണ്ടോ. ട്രാവലിംഗ് ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായേ.
നമ്മുടെ ഈ വർഷത്തെ വെക്കേഷൻ ഇവിടെ തീർന്നിരിക്കുന്നു. നാട്ടിൽ ഈ സമയത്ത് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ മഴയും ഉണ്ടായിരുന്നില്ല, ഒരുപാട് ചൂടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇനി സ്വിറ്റ്സർലൻഡിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നല്ല ചൂടത്തോട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത്. ഭയങ്കര സമ്മറാണല്ലോ ഇവിടെ, ഭയങ്കര ചൂടാണ് ഈ വർഷം. അങ്ങനെ നമ്മുടെ വീട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം സ്വിറ്റ്സർലൻഡിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.